ഞാൻ പറഞ്ഞല്ലോ, ഇത് ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത ആൾക്കാരുണ്ട്. ഓലോടാണ് നമുക്ക് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ഇതിലും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ നിങ്ങളിപ്പം എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ്. അതിലേറെ എന്തായാലും മനസ്സം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ടിക്കറ്റ് എടുത്ത ആൾക്കാർ കുഞ്ഞാൻ പറ്റിച്ചെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കണ ഇനി സ്റ്റേഷനക്കോ ഇനി ഏത് എവിടേക്ക് വേണമെങ്കിലും വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ എവിടെയും പറയും. കുഞ്ഞാൻ പാണ്ടിക്കാരനോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടിക്ടോക്കിലൊക്കെ കാര്യമായിട്ട് അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ ആ വീഡിയോസിനൊക്കെ ഡിബേറ്റ് വരെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ നാട്ടിൽ പോയിട്ട് വേണ്ട വീഡിയോ വേണ്ടാത്ത വീഡിയോ ഒക്കെ എടുത്ത് വലിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില വീഡിയോകളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോണത്. എന്നാലും ചില വീഡിയോ ഇൻട്രോയിലൊക്കെ നല്ല നമുക്ക് കാണാൻ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപോകലുണ്ട്. പക്ഷേ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത വീഡിയോ ഇനി നമുക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ബാഡ് കമൻറ്റ് ഇട്ട് വെറുപ്പിച്ച് അങ്ങനെ അങ്ങനത്തെ പോണ ഒരാളുമല്ല ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ട് യാതൊരു വെറുപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം വളരെ ചതിയനാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത്രയും ആളുകളിൽ അവിടെ ഉള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് കാണുന്ന ഓരോ വ്യക്തികൾക്കും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ 3 നറുക്കും 3 ലെവലിലാണ് പോയിട്ടുള്ളത്. 3 നറുക്കാണെന്നുണ്ടെങ്കിലും ആ 3 നറുക്കും അതിൻ്റെ ആളുകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് അവിടെ നിൽക്കുന്ന ആളുകൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല കള്ളത്തരമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയും. നിങ്ങൾ എത്ര ഇത് വെളുപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ 100 ഒരു സത്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ 100 നുണ പറഞ്ഞിട്ടും അത് കാര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, എത്ര പാവങ്ങളെ പൈസയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. 7000-ലേറെ ആളുകളുണ്ട് എന്നാണ് പറഞ്ഞത്. 7000-ലേറെ നറുക്കുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു നറുക്കിന് 1000 വെച്ച് നോക്കുമ്പോൾ 7000 വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 7000 × 70 ലക്ഷം രൂപയാണ്. അങ്ങനെ അവരൊക്കെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പല ആളുകളെയും നറുക്ക് പോലും നിങ്ങൾ ഇട്ടുകൊടുത്തിട്ടില്ല എന്നൊക്കെ ചെറിയ പരാതികളൊക്കെ നമ്മൾ കേട്ടു. എന്തായാലും നിങ്ങളിത് ചെയ്തത് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഏതൊരു പാവപ്പെട്ടനും ചിലപ്പോൾ അവന് എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ആ 1000 രൂപ ഇട്ടുക. ഓരോ വ്യക്തിക്കും ഓരോരോ സ്വപ്നങ്ങളായിരിക്കും. അതിൽ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരിക്കും വീടില്ലാത്തവന് വീട്, വണ്ടി ഇല്ലാത്തവന് വണ്ടി എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടായിരിക്കും ഓരോ വ്യക്തികളും ഇത് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടാവുക. അത് വ്യക്തമായിട്ട് നിങ്ങൾ കമ്മിറ്റിക്കാരനെ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളെ ആളുകളെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? രണ്ടാമതൊരു നറുക്കും കൂടി ഇടേണ്ടിയിരുന്നു. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഏതെങ്കിലും ചെറിയ കുട്ടികളൊക്കെയാണ് നറുക്കിടിപ്പിച്ചാൽ വെക്കുക. അല്ലാതെ എമ്മാരി കൂടുതൽ ആളുകളെല്ലാം ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇപ്പോൾ അവസാനത്തെ മൂന്നാമത്തെ ഒരു നറുക്കളിൽ ആൾ ഇങ്ങനെ ആട്ടിയിട്ട് എന്തൊരു പേര് വിളിച്ചു, ആ പേര് ഞാനാണ്, നമ്പർ പോലും ഇല്ല. അപ്പോൾ ലോകത്തിൽ എത്ര ആ പേരുള്ള ആളുകളുണ്ടാവും? അതൊന്നുമല്ല നോക്കിയത്, ആ ആൾ ഞാനാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളിത് ഒത്തു കളിച്ചിട്ടുള്ള കളിയാണെന്നുള്ളത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ എത്ര ആളുകളെ പൈസ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വിളിപ്പിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഒരു നുണക്ക് 10,000 സത്യം പറഞ്ഞിട്ടും ഒരു സത്യത്തിന് വേണ്ടിയിട്ട് ഒരു 10,000 നുണ പറഞ്ഞിട്ടും നിങ്ങൾക്ക് കാര്യമില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് 1 ലക്ഷം രൂപ ഇത്ര ആളെ ഫോളോ ചെയ്ത് 5 ആളെ ഫോളോ ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും. ഒരാളും നിങ്ങൾ വിജയിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നേരാവണം എന്ന് കരുതിയിട്ട് ആരും ചെയ്യില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളെ പൈസ വെറുതെ തരുമെന്ന് ഉള്ള മോഹമുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ ആരെങ്കിലും ഞാൻ ഒരു 1-2 വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊരു 100-ൽ ഒരു 80% ആളുകളും നറുക്ക് ഇട്ടിട്ട് അത് പബ്ലിസിറ്റി ആയി കാണിച്ചത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അത് അവരെ കമ്പനി അല്ലെങ്കിൽ അവരെ കമ്മിറ്റിക്കാർക്കോ അല്ലെങ്കിൽ അവരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കും അത് അടിച്ചിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൊണ്ടു. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, കുഞ്ഞാൻ പാണ്ടിക്കാട് ചെയ്തത് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. നിങ്ങൾ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ എത്ര ആളുകളെ പൈസയാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് അത്ര ആളുകളെ പൈസ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ കേരളത്തിന് വെറും നാശമാണ്.